PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ഈ ഗുരുതര ആരോപണമുള്ളത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ ഒരിക്കൽ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, D രാജയോട് ബിനോയ് വിശ്വം എന്താണ് പറയുന്നത്? ഇതിലെ ഗൂഢാലോചന, ഇത് CPIയുടെ നിലപാടുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന CPM സമീപനം, ഒരു തരത്തിൽ പറഞ്ഞാൽ അപമാനിക്കൽ. അപ്പോൾ ഏതെങ്കിലും ഒരു കടുത്ത നടപടി സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. ഇമെയിലായി അയച്ച കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. രാജ്യത്താകമാനം നടക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് രാഷ്ട്രീയ മുന്നണികളും മതനിരപേക്ഷ രാഷ്ട്രീയ മുന്നണികളും നടത്തുന്ന ജനാധിപത്യ പോരാട്ടങ്ങളെ ആകെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണ് കേരളത്തിലെ ഇടത് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് D രാജയ്ക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ PM ശ്രീ പദ്ധതിയിലുള്ള ഒപ്പിടലെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായിട്ടാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു നീതീകരണവുമില്ല, ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ല എന്ന കാര്യവും ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDF സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ ആകെ ദുർബലപ്പെട്ടുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങളെ ആകെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണ് എന്നാണ് 3 പാരഗ്രാഫുള്ള ഈ കത്തിൽ D രാജയ്ക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണ് ഇതിലൂടെ ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള തീരുമാനം സംസ്ഥാനത്ത് കൈക്കൊള്ളും എന്ന സൂചനകളും ഈ കത്തിന്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. യെസ്, ഏതറ്റം വരെ പോകും CPI എന്നാണ് ഇനി അറിയേണ്ടത്. നമ്മൾ ഉടൻ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി IASന്റെ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ അവരെ കാണാൻ ശ്രമിച്ചിരുന്നു. ചോദ്യങ്ങളോട് നോ കമന്റ്സ് എന്ന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കും എന്നാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചത്. ഈ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. ഒരു പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ അവരെ കാണുകയും ചെയ്ത്. എന്തായാലും അതിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് 3:30 AKG സെന്ററിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനുനിമിഷം ഈ വിഷയത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുകയാണ്. എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് MV ഗോവിന്ദൻ കാണാൻ പോകുന്നത് മാധ്യമങ്ങളെ. അതിന് തൊട്ടുമുമ്പ് ഒരു പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും CPIയുടെ നിലപാടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.